സ്നേഹം, ദിവ്യസ്നേഹം, സ്നേഹം, ദിവ്യസ്നേഹം. നിങ്ങളുടെ ബൈബിളിൽ നിങ്ങൾ മർക്കോസിന്റെ സുവിശേഷം എടുക്കുക. 5-ാം അധ്യായം 1 മുതലുള്ള ചില വചനങ്ങൾ ഞാൻ വായിക്കുകയാണ്, ശ്രദ്ധിക്കുക. ബൈബിൾ ഉള്ളവർ വായിക്കുക, അല്ലാത്തവർ കേൾക്കുക. അവർ കടലിന്റെ അക്കരെ ഗദരദേശത്തു എത്തി. പടകിൽ നിന്ന് ഇറങ്ങിയ ഉടനെ അശുദ്ധാത്മാവുള്ള ഒരു മനുഷ്യൻ കല്ലറകളിൽ നിന്നു വന്നു അവനെ എതിരേറ്റു. അവന്റെ പാർപ്പ് കല്ലറകളിൽ ആയിരുന്നു. ആർക്കും അവനെ ചങ്ങല കൊണ്ടുപോലും ബന്ധിച്ചു കൂടാഞ്ഞു. ഈ ഗദരദേശത്ത് ഭൂതം ബാധിച്ച ഒരു വ്യക്തി ഉണ്ടായിരുന്നു. അവനെ കണ്ടിട്ട് എല്ലാവർക്കും വളരെ വെറുപ്പും മടുപ്പും ഉണ്ടാകുവാനിടയായി. അവന്റെ മാതാപിതാക്കൾ പോലും വിചാരിച്ചു, ഇവനിനി മാറുകയില്ല, ഇവനെക്കൊണ്ടിനി ഒരു പ്രയോജനവുമില്ല. ഇവന്റെ ജോലി എന്താണെന്ന് വെച്ചാൽ ഇവൻ പറഞ്ഞാൽ അനുസരിക്കുകയില്ല, വീട്ടിലിരിക്കാൻ പറഞ്ഞാൽ ഇരിക്കുകയില്ല, കയറുകൊണ്ട് ബന്ധിക്കാൻ ശ്രമിച്ചാൽ അതെല്ലാം പൊട്ടിച്ചു കളയും, ചങ്ങല കൊണ്ട് ബന്ധിക്കാൻ ശ്രമിച്ചാൽ ചങ്ങല പോലും അവൻ പൊട്ടിച്ചു കളയും, വസ്ത്രം ധരിക്കുകയില്ല, നിലവിളിച്ചുകൊണ്ടേയിരിക്കും, കല്ലെടുത്ത് തന്നെത്താനേ ഇടിച്ചു മുറിവേൽപ്പിക്കും, അല്ലെങ്കിൽ മറ്റുള്ളവരെ മുറിവേൽപ്പിക്കും. അവസാനം സഹിക്കവയ്യാതെ വീട്ടുകാർ എല്ലാം അവനെ ഉപേക്ഷിച്ചു കളയാനിടയായി. എന്നാൽ കർത്താവ് അവനെ കണ്ടു. ആ യൗവനക്കാരൻ്റെ ജീവിതം മാറ്റണം, ആ വ്യക്തിക്ക് ഒരു പുതിയ ജീവിതം എനിക്ക് കൊടുക്കണമെന്ന് പറഞ്ഞ് സമുദ്രത്തിൽ കൂടി യാത്ര ചെയ്ത്, ഒരുപാട് ദൂരം യാത്ര ചെയ്ത് ആ തോണി ഇറങ്ങിയ ഉടൻ തന്നെ അവൻ ഓടി വരുവാനിടയായി. അവൻ വന്നിട്ട് എന്താണ് പറയുന്നത്? മഹോന്നതനായ ദൈവത്തിൻ്റെ പുത്ര, എനിക്കും നിനക്കും തമ്മിൽ എന്തു? മഹോന്നതനായ ദൈവത്തിൻ്റെ പുത്ര. പിശാചിന് അറിയാം ദൈവം ആരാണെന്ന്. മനുഷ്യരിൽ പലർക്കുമാണ് അതറിയാത്തത്. യേശു യഥാർത്ഥ ദൈവമാണോ, സത്യദൈവമാണോ എന്ന് പലരും ഇപ്പോഴും ചോദിച്ചുകൊണ്ടേയിരിക്കും. ഞാൻ ദൈവമാണെന്ന് എവിടെയും ബൈബിളിൽ അവൻ പറഞ്ഞിട്ടില്ലല്ലോ എന്ന് പലരും പറയും. അത് കേട്ട് എനിക്ക് അതിശയം തോന്നും. നോക്കൂ, നിങ്ങളുടെ ഭർത്താവ് വീട്ടിൽ താമസിച്ച് വരികയാണെങ്കിൽ എന്തു ചെയ്യും? വീട്ടിൽ വന്നിട്ട് വാതിലിൽ മുട്ടുവാൻ ഇടയാകും. അതല്ലേ ചെയ്യുന്നത്? വാതിൽ ശക്തമായി മുട്ടും. വീട്ടിലിരിക്കുന്ന നിങ്ങൾ സ്ത്രീകൾ എന്താണ് ചോദിക്കുന്നത്? അപ്പോൾ അകത്തുനിന്നും ആരാണ്, നിങ്ങൾ ആരാണെന്ന് ചോദിക്കുമ്പോൾ ഭർത്താവ് എന്താണ് പറയുന്നത്? ഞാനാണ്, ഞാനാണ്. അല്ലാതെ നിന്റെ ഭർത്താവ് മത്തായി ആണെന്ന് വെളിയിൽ നിന്ന് പറയുമോ? പറയൂ. എന്താണ് അങ്ങനെ പറയേണ്ടതായ ആവശ്യമുണ്ടോ? ഞാനാണെന്ന് പറയുമ്പോൾ, ഞാനെന്ന് പറഞ്ഞാൽ ആരാണെന്ന് നിങ്ങൾ ചോദിക്കുമോ? ചോദിക്കില്ല. കാരണം നിങ്ങളുടെ ഭർത്താവിൻ്റെ ശബ്ദം നിങ്ങൾക്ക് നല്ലവണ്ണം അറിയാം. അതാണ് ദൈവവും അതാണ് പറഞ്ഞത്, ഞാനാകുന്നു, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു, എന്നിൽ കൂടിയല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കൽ ചെല്ലുന്നില്ല എന്ന് പറഞ്ഞു. ഞാൻ ആടുകൾക്ക് നല്ല ഇടയനാകുന്നു. എന്താണ് ഞാൻ ആകുന്നു എന്നവൻ പറഞ്ഞു. എൻ്റെ നാമത്തിൽ നിങ്ങൾക്ക് വിടുതൽ ഉണ്ട്. പിന്നെന്തിനാണ് നിങ്ങൾക്ക് സംശയമുണ്ടാകുന്നത്? സംശയിക്കുവാൻ ഒരിക്കലും പാടില്ല. സംശയമുണ്ടാവുമെങ്കിൽ അത് കൂടിയിട്ട് പിശാചിൻ്റെ പ്രവൃത്തിയായി മാറും. വിശ്വസിക്കുക. അവൻ പറയുന്നു, വിശ്വസിക്കുന്നവന് സകലതും സാധ്യമാകുന്നു എന്ന്. മഹോന്നതനായ ദൈവത്തിൻ്റെ പുത്ര, എനിക്കും നിനക്കും തമ്മിൽ എന്ത്? ദൈവത്തിന് നമ്മെക്കൊണ്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? ഇല്ലയോ? നിന്നെക്കൊണ്ടാണ് എനിക്ക് കാര്യമുള്ളത്. നിന്നെ എനിക്ക് വേണം. ഞാൻ നിന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നു. മാതാവിൻ്റെ ഗർഭത്തിൽ ആയിരുന്നപ്പോൾ തന്നെ നമ്മെ അറിഞ്ഞ കർത്താവ് നമ്മെ ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് സൃഷ്ടിച്ചത്. ഇവിടെ ഇരിക്കുന്ന എല്ലാവരും ആരൊക്കെയാണെന്ന് എനിക്കറിയില്ല. നിങ്ങളുടെ മുഖം പോലും എനിക്ക് വ്യക്തമായി കാണില്ല. എന്നാൽ കർത്താവ് ഇവിടെ നിന്ന് ഇന്ന് നിങ്ങളെ എല്ലാവരെയും കാണുകയാണ്. നിങ്ങളുടെ ഹൃദയത്തിലേക്ക് അവൻ നോക്കുകയാണ്. ആ ഹൃദയം ഞാൻ നിനക്ക് തരില്ല എന്ന് ചില ആളുകൾ പറയുന്നു. എത്രയോ ദിവസമായി നിനക്ക് വേണ്ടി ഞാൻ കാത്തിരിക്കുകയാണ്. എന്താണ്? എത്രയോ കാലമായി നിന്റെ പിറകെ ഞാൻ വരികയാണ്. നീ ജനിച്ചന്നു മുതൽ എൻ്റെ ദൃഷ്ടി നിന്റെ മേൽ തന്നെയാകുന്നു. നിന്നെ ദർശിക്കുവാൻ, നിന്നെ അനുഗ്രഹിക്കുവാൻ. നീ എന്തിനാണ് ജനിച്ചതെന്ന് നീ അറിയുന്നതിനു വേണ്ടി, നിന്റെ ജീവിതത്തിലുള്ള ദൈവത്തിൻ്റെ സകല ഉദ്ദേശങ്ങളും പദ്ധതികളും നിന്നെ അറിയിക്കുന്നതിനായി. അതിനുവേണ്ടി കർത്താവ് കാത്തിരിക്കുകയാണ്. ഞാൻ കർത്താവിനെ എപ്പോഴും സ്തുതിക്കും. എൻ്റെ 18-ാമത്തെ വയസ്സിലായിരുന്നു ഞാൻ കർത്താവിനാൽ രക്ഷിക്കപ്പെടാനിടയായത്. അവനെ എൻ്റെ സ്വന്തം രക്ഷകനായി ഞാൻ സ്വീകരിച്ചത്. അതുകൊണ്ട് എൻ്റെ ജീവിതം ധന്യമായിപ്പോയി. എൻ്റെ ജീവിതം മുഴുവൻ ഞാൻ നാശമാക്കി കളഞ്ഞിട്ട് മദ്യപിച്ച് വ്യഭിചാരിയായി എൻ്റെ ഇഷ്ടം പോലെ ജീവിച്ചിട്ട് അവസാനം കർത്താവിനെ സ്വീകരിച്ചാൽ ഇങ്ങനെയുള്ള ദൈവവേല എനിക്ക് ചെയ്യുവാൻ കഴിയുകയില്ലായിരുന്നു.
ദൈവം എന്നെയും നിന്നെയുമല്ല, എല്ലാ വ്യക്തികളെയും മാതാവിന്റെ ഗർഭത്തിലായിരിക്കുമ്പോൾ തന്നെ അറിഞ്ഞവനാണ്. ലോകം ഒരു നാൾ മാറിപ്പോകും, എന്നാൽ നിന്റെ ജീവിതത്തെക്കുറിച്ച് ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. നിനക്ക് വേണ്ടിയാണ് ഞാൻ ലോകത്തിലേക്ക് വന്നതെന്ന് കർത്താവ് പറയുന്നു. ഇന്ന് നോക്കിയാൽ അവൻ നമ്മുടെ മധ്യയിൽ ശരീരധാരിയായിട്ടില്ല. അവൻ വചനത്തിൽ കൂടിയാണ് നമ്മുടെ മുൻപിൽ വരുന്നത്. അവൻ്റെ വചനത്തിൽ വിശ്വസിക്കുന്നവർ, അവൻ്റെ വാക്കുകൾ വിശ്വസിക്കുന്ന അവരുടെ ജീവിതത്തിൽ ഒരു അത്ഭുതം നടത്തുവാൻ വേണ്ടി അവൻ നോക്കുന്നു. എനിക്കും നിനക്കും തമ്മിൽ എന്തെന്ന് ചോദിക്കരുത്, ദൈവത്തിന് നീ ആവശ്യമാകുന്നു. ഒരു പയ്യൻ ഒരു ചെറിയ തടി വെച്ചിട്ട് ചെറിയൊരു തോണി ഉണ്ടാക്കുവാനിടയായി. അതിന് നല്ല കറുത്ത പെയിൻ്റൊക്കെ അടിച്ച് അതിൽ പേരൊക്കെ എഴുതി വെച്ചിട്ട് സ്നേഹത്തോടുകൂടി എൻ്റെ തോണിയാണ്, എൻ്റെ തോണിയാണ്, എൻ്റെ കറുത്ത തോണിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആ വെള്ളത്തിൽ കൊണ്ടുപോയിട്ട് അതിനെ ഇടുവാനിടയായി. അത് വെള്ളത്തിൽ കൂടി അങ്ങനെ പോകുന്നത് കണ്ടപ്പോൾ അവൻ വളരെ സന്തോഷിക്കുവാൻ ഇടയായി. അതിൻ്റെ ഒരു വശത്ത് അതിൻ്റെ നീളം കൂടിയതുകൊണ്ട് അതിലേക്ക് പെട്ടെന്ന് വെള്ളം കയറി ആ തോണി ഒഴുക്കിൽപ്പെട്ടു പോകാനിടയായി. ആ തോണി കാണുവാനേ ഇല്ല. ആ ചെറിയ തോണി കാണാതെ പോയപ്പോൾ, ഞാൻ സ്നേഹിച്ച എൻ്റെ പേരിട്ടതായ എൻ്റെ തോണി, എൻ്റെ കറുത്ത തോണി, എൻ്റെ മനോഹരമായ തോണി കാണുവാനില്ല എന്ന് പറഞ്ഞ് കരയുവാനിടയായി. അവൻ കരഞ്ഞുകൊണ്ട് വീട്ടിലേക്ക് മടങ്ങിപ്പോയി. എല്ലാ ദിവസവും ആ തോണിയെക്കുറിച്ച് ഓർത്ത് കരയുമായിരുന്നു. ഒരു ദിവസം ചന്തയിൽ ചെന്നപ്പോൾ അവിടെ പഴയ സാധനങ്ങൾ വിൽക്കുന്നതായ ഒരു കടയുണ്ട്. ആ ചന്തയിൽ, ആ കടയിൽ ചെന്ന സമയത്ത് താൻ ഉണ്ടാക്കിയ ആ കറുത്ത തോണി അവിടെ കാണുവാനിടയായി. അവൻ ഓടിച്ചെന്നു ആ തോണി എടുത്തിട്ട് ഉമ്മ കൊടുത്തിട്ട്, അബ്ബാ, എൻ്റെ തോണി, എൻ്റെ തോണി, എൻ്റെ തോണി എനിക്ക് കിട്ടി എന്ന് സന്തോഷത്തോടെ പറഞ്ഞ് മുൻപോട്ട് പോകുന്നതായ സമയത്ത് ഒരടി, ഡാ അവിടെ നിൽക്കൂ. എന്താണ് സാർ, എന്താണെന്ന് ചോദിക്കുകയാണോ? തോണി എടുത്തുകൊണ്ട് പോവുകയാണോ? കാശ് തരുമെന്ന് പറഞ്ഞു. എന്തിനാണ് കാശ് തരുന്നത്? ഇതെൻ്റേതാണ്, ഇത് ഞാൻ ഉണ്ടാക്കിയ തോണിയാണ്, ഇത് ഞാൻ തന്നെ പെയിൻ്റ് അടിച്ച തോണിയാണ്, നോക്ക്, എൻ്റെ പേര് പോലും ഞാൻ എഴുതിയിട്ടുണ്ട്. അതൊന്നും എനിക്കറിയില്ല മോനെ, ആരോ കൊണ്ട് ഇവിടെ വിൽക്കുവാനിടയായി, അതിൻ്റെ വില ഞാൻ കൊടുത്തു, ഇത് വേണമെങ്കിൽ 500 രൂപ ഇവിടെ തന്നിട്ട് കൊണ്ടുപോകാൻ പറഞ്ഞു. അതെന്താണ്, ഞാൻ തന്നെ ഉണ്ടാക്കിയ തോണിക്ക് ഞാൻ തന്നെ പണം കൊടുക്കണമോ? വേണമെങ്കിൽ കൊണ്ടുപോകൂ, അല്ലെങ്കിൽ ഇവിടെ വെച്ചിട്ട് പോകൂ. അത് കേട്ട് അവൻ പോക്കറ്റിൽ തപ്പി നോക്കിയ സമയത്ത് അതിൽ 200 രൂപ പോലുമില്ല. എന്നിട്ട് കയ്യിൽ കിടന്ന വാച്ചും അവൻ്റെ ഷൂസും ഷർട്ടും സകലതും കൊടുത്തിട്ട്, നോക്കൂ, എൻ്റെ കയ്യിൽ ഇത്രയും പണമില്ല, എൻ്റെ കയ്യിലിരിക്കുന്ന സാധനം ഇതൊക്കെയാണ്, ഇത് നിങ്ങൾ എടുത്തിട്ട് ആ തോണി എനിക്ക് തിരിച്ചു തരിക എന്ന് പറഞ്ഞിട്ട് എല്ലാം കൊടുത്തിട്ട് ആ തോണിയും വാങ്ങിച്ചുകൊണ്ട് തിരിച്ച് സന്തോഷത്തോടുകൂടി പാട്ടുപാടി പോവുകയാണ്. ഞാൻ ഉണ്ടാക്കിയതായ തോണിയാണ്, ഞാൻ സ്നേഹിക്കുന്ന തോണിയാണ്, എനിക്കിഷ്ടമുള്ളതായ തോണിയാണ്, എൻ്റെ പേരിട്ടിരിക്കുന്നതായ തോണിയാണ്, ഞാൻ തന്നെ നിർമ്മിച്ചെടുത്ത തോണിയാണ്, എനിക്കിഷ്ടമുള്ള തോണിയാണ് എന്ന് പറഞ്ഞ് അവൻ സന്തോഷത്തോടുകൂടി പോകാനിടയായി. അവൻ എന്തൊക്കെയാണ് ചെയ്തത്? അവനത് നിർമ്മിക്കുകയും ചെയ്തു, പിന്നീട് എന്ത് ചെയ്തു? അത് വില കൊടുത്ത് വാങ്ങുകയും ചെയ്തു. നീ യേശുക്രിസ്തുവിന്റെ അടുക്കലേക്ക് ചെന്നാൽ അവനും സന്തോഷിക്കുവാനിടയാകും. ആ ദൈവമാണ് നമ്മെ സൃഷ്ടിച്ചത്. നാം അവൻ്റെ ആടുകളാണ്. അവൻ്റെ സാദൃശ്യത്താലും സ്വരൂപത്താലും അവൻ നമ്മെ സൃഷ്ടിച്ചു. നമ്മൾ പിശാചിന്റെ കയ്യിൽ അകപ്പെട്ടു പോവുകയാണെങ്കിൽ, പിശാചിന്റെ അടിമയായി തീർന്നാൽ, പിശാചിന്റെ ബന്ധനത്തിൽ അകപ്പെട്ടാൽ, ഇവിടെ എന്താണ് യേശുക്രിസ്തു ചെയ്തത്? വീണ്ടും അവൻ നമ്മെ വില കൊടുത്തു വാങ്ങിയിരിക്കുകയാണ്. എത്ര രൂപ കൊടുത്തു? അത് വെള്ളിയും സ്വർണവും ഒന്നും കൊടുത്തിട്ടല്ല, നിർദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞാടിൻ്റെ വിലയേറിയ രക്തം കൊടുത്തിട്ടാണ് അവൻ വാങ്ങിയത്. തൻ്റെ രക്തം ഒഴുക്കിയിട്ടാണ് അവൻ നമ്മെ വിലയ്ക്ക് വാങ്ങിയത്. നിങ്ങൾ വില കൊടുത്ത് വാങ്ങിക്കപ്പെട്ട ആളുകളാകിയാൽ നിങ്ങൾ നിങ്ങളുടെ സ്വത്ത് അല്ല, നിങ്ങളുടെ ശരീരം കൊണ്ട് നിങ്ങൾ ദൈവത്തെ മഹത്വപ്പെടുത്തുക. ഇന്ന് നീ യേശുവിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം നീ അമ്മയുടെ ഉദരത്തിലായിരുന്നപ്പോൾ തന്നെ അവൻ നിന്നെ കണ്ടതുകൊണ്ടാണ്. നിനക്ക് അറിവില്ലാതെ ഇരുന്നപ്പോൾ, നീ അവിശ്വാസത്തിലായിരുന്നപ്പോൾ, നീ കർത്താവിനെ അറിയാത്ത അവസ്ഥയിലായിരുന്നപ്പോൾ കർത്താവ് നമ്മെ വിടുവിച്ചു, നമ്മെ രക്ഷിച്ചു, തൻ്റെ രക്തം കൊടുത്ത് നമ്മെ വാങ്ങിയിരിക്കുന്നു. ഇത് വിശ്വസിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവൻ്റെ പാദത്തിലേക്ക് അടുത്തു ചെല്ലുന്നവർ ഭാഗ്യവാന്മാർ. നിങ്ങളെല്ലാവരും ഇപ്പോൾ എഴുന്നേറ്റ് നിൽക്കുക. നാം ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന സമയം പരിശുദ്ധാത്മാവ് വൻ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ചെയ്യുവാൻ പോവുകയാണ്. എല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. പരിശുദ്ധനായ സ്നേഹമുള്ള പിതാവേ, കർത്താവേ, ഒരിക്കൽ കൂടി നിന്റെ നാമത്തിൽ കടന്നു വന്നതായ ഞങ്ങളെല്ലാം നീ ദർശിക്കണമേ. കർത്താവേ, നീ ഇന്ന് ആരെയൊക്കെയാണോ ആഗ്രഹിക്കുന്നത് അവരോട് നീ സംസാരിക്കണമേ. പലതരത്തിലുള്ള പിശാചിന്റെ ബന്ധനത്തിൽ ആയിരിക്കുന്നവരെ നസറേയനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ വിടുവിക്കുകയാണ് കർത്താവേ. ഏതു കുടുംബത്തിലാണ് പിശാച് കടന്നു വന്നിട്ട് ഭാര്യയുടെയും ഭർത്താവിന്റെയും ഇടയിൽ ഭിന്നത ഉണ്ടാക്കിയെടുത്ത് ആ കുടുംബത്തെ നരകതുല്യമാക്കി മാറ്റിയത്, അങ്ങനെയുള്ള കുടുംബത്തിലേക്ക് പരിശുദ്ധാത്മാവിനെ നീ പകരണമേ കർത്താവേ.
ആരൊക്കെയാണോ തങ്ങളുടെ ജീവിതത്തെ നശിപ്പിച്ചുകൊണ്ട്, ഏത് യൗവനക്കാരനാണോ തന്റെ ഹൃദയം ദൈവത്തിന് കൊടുക്കാതെ ലൗകിക സുഖങ്ങൾക്കും മറ്റും അടിമപ്പെട്ട് വ്യഭിചാരം പോലെയുള്ള നീചമായ കാര്യങ്ങൾക്ക് ഹൃദയത്തിൽ ഇടം കൊടുത്ത് ജീവിക്കുന്ന എല്ലാവരെയും നസ്രയന യേശുക്രിസ്തുവിന്റെ നാമത്തിൽ വിടുവിക്കുകയാണ് പിതാവേ. പാപത്തിന്റെ ബന്ധനത്തിൽ ആയിരിക്കുന്ന സകല വ്യക്തികളെയും നീ ഇന്ന് വിടുവിക്കണമേ ദൈവമേ. ഓരോരുത്തരും ജീവിതത്തിലെ പിശാചിന്റെ സകല പ്രവർത്തനങ്ങളിൽ നിന്ന് കുഞ്ഞുങ്ങളെയെല്ലാം വിടുവിക്കുകയാണ് കർത്താവേ. ആരും വെറും കൈയോടുകൂടി മടങ്ങിപ്പോകാതെ രക്ഷാസന്തോഷത്തോടുകൂടി പോകുവാൻ, സൗഖ്യം പ്രാപിച്ച് പോകുവാൻ, വാഗ്ദത്തങ്ങൾ പ്രാപിച്ചു പോകുവാൻ പരിശുദ്ധാത്മാവിനെ ഞങ്ങളിലേക്ക് പകരണമേ. നിന്റെ അനുഗ്രഹത്താൽ ഞങ്ങളെല്ലാം അയക്കണമേ എന്ന് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു പിതാവേ. ആമേൻ, ആമേൻ, ആമേൻ. യേശുവേ, 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 യേശുവേ. നിന്നെ നിന്നെ എന്നും ഞാൻ സേവിക്കും, നീ മാത്രം രാജാവെന്നും. നിന്നെ നിന്നെ എന്നും ഞാൻ സേവിക്കും, നീ മാത്രം രാജാവെന്നും. യേശുവേ, 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 യേശുവേ.